പത്തനംതിട്ടയിൽ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ജല അതോറിറ്റി പാഴാക്കുന്നു എന്ന് പരാതി വരുന്നു. അറ്റകുറ്റപ്പണിക്ക് എത്തിച്ച വാൽവിന്റെ അളവിലെ വ്യത്യാസമാണ് ഈ വെള്ളം പാഴാകുന്നതിന് കാരണം. കൊടുംവേനലിൽ വെള്ളം ഒഴുകിപ്പോകുന്ന ദൃശ്യങ്ങൾ പുറത്ത്. വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. 4,75,000 ലിറ്റർ വെള്ളം പോയിട്ടുണ്ട്. വെള്ളത്തിന് അതിരൂക്ഷമായ ക്ഷാമം. വെള്ളത്തിന് നെട്ടോട്ട് ഓടുകയാണ്. ജനങ്ങൾ എവിടെ നിന്നെല്ലാം വണ്ടിയിൽ സ്കൂട്ടറിൽ വെള്ളം തോട്ടിലെ വെള്ളം വരെ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിൽ വന്ന് നിൽക്കുന്ന ഈ സാഹചര്യത്തിലാണ് വാട്ടർ അതോറിറ്റി 4,75,000 ലിറ്റർ വെള്ളം പാഴാക്കി കളഞ്ഞത്. ഒരു ഉപയോഗവും ഇല്ലാതെ പാഴാക്കി കളഞ്ഞത്. 9ന്റെ പൈപ്പ് ഇതവിടെ കിടപ്പുണ്ട് മുറിച്ചത്. 9ന്റെ പൈപ്പ് ഉള്ള ഭാഗത്ത് ഇവർ ഒരു സൈഡ് 9ഉം ഒരു സൈഡ് 10ഉം വാൽവിൻ്റെ അളവ് 2 സൈഡിലും 2 അളവ്. ഈ അളവ് ഇവിടെ കൊണ്ടുവന്ന് ഇവർ പൈപ്പ് കട്ട് ചെയ്തപ്പോഴത്തേക്ക് മേളിൽ നിന്ന് കുത്തി ഒലിച്ച് ടാങ്കി കിടന്ന് 4.25 ലക്ഷം ലിറ്റർ വെള്ളം ഒഴുകി ഇതിലെയാണ് ഒഴുകിപ്പോയത്. ഒഴുകി ഇങ്ങനെ പോയി. ഒരു ആൾക്കാർക്ക് ഒരു ഉപയോഗവും ഇല്ലാതെ ഒഴുകിപ്പോയിട്ട് ഇപ്പം ഇത് വാൽവ് ഫിറ്റ് ചെയ്യാൻ നോക്കുന്നു. വാൽവ് ഫിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ശ്രീകുമാരൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, കൊടും വേനലാണ്, വെള്ളമില്ലാതെ നെട്ടോട്ടം ഓടുകയാണ് പല ഭാഗത്തും ജനങ്ങൾ. അപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം. ഇത് ശരിക്കും പറഞ്ഞാൽ കെടുകാര്യസ്ഥത എന്ന് തന്നെ വേണം പറയാനല്ലേ? കെടുകാര്യസ്ഥത എന്നല്ല സ്മിത ഇതിനെ വിശേഷിപ്പിക്കേണ്ടത്. കൃത്യമായി ജനങ്ങളോടുള്ള ഒരു ജനവിരുദ്ധ പ്രവർത്തനം അല്ലെങ്കിൽ ജനങ്ങൾക്കെതിരായ ഒരു വലിയ പ്രവർത്തനമാണ് ഈ ഘട്ടത്തിൽ വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥർ നടത്തിയിരിക്കുന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയാം. കാരണം ഇതാണ് ആ പ്രദേശം, നെല്ലിമുകൾ മേഖലയാണിത്. ഈ മേഖലയിലാണ് ഇവിടെ ഒരു അറ്റകുറ്റപ്പണി നടന്നിരുന്നത്. 9ന്റെയും 10ന്റെയും പൈപ്പുകൾ, അതായത് 9ന്റെ പൈപ്പ് ആയിരുന്നു വേണ്ടിയിരുന്നത്. അത് കൃത്യമായ രീതിയിൽ 10ന്റെ പൈപ്പ് കൊണ്ടുവന്ന് അളവ് പോലും എടുക്കാൻ അറിയാത്ത ഉദ്യോഗസ്ഥർ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തു. അതിനുശേഷം പമ്പ് ചെയ്തപ്പോൾ പോയി എന്നാണ് നാട്ടുകാർ പറയുന്നത്. നമുക്കൊപ്പം മുണ്ടപ്പള്ളി സുഭാഷ്, അദ്ദേഹം പള്ളിക്കൽ പഞ്ചായത്ത് അംഗമാണ്, അദ്ദേഹം ചേരുന്നുണ്ട്. ചേട്ടാ, ഇത് എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ നമ്മൾ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു. ഇപ്പോൾ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ വിളിക്കുമ്പോൾ പറയുന്നത് അവർക്കറിയില്ല, മറ്റാരോ വന്ന് തുറന്നിട്ടുണ്ടാവാന്നൊക്കെയാണ് പറയുന്നത്. കള്ളത്തരമാണ് പറയുന്നത്. വാട്ടർ അതോറിറ്റിയുടെ ജീവനക്കാരനാണ് വന്നത്. വാട്ടർ അതോറിറ്റിയുടെ ജീവനക്കാരൻ ഈ വാൽവും കൊണ്ട് വന്നു. ഈ പൈപ്പ് കട്ട് ചെയ്ത ഭാഗമാണ് ആ കിടക്കുന്നത്. ആ കട്ട് ചെയ്ത ഭാഗത്ത് വെക്കേണ്ട വാൽവിൻ്റെ അളവ് ഒരു സൈഡിൽ 9ഉം ഒരു സൈഡിൽ 10ഉമായി പോയി. ഈ 10 ആയിരുന്നായിരുന്നുവെങ്കിൽ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. 9ഉം 10ഉം ഒരു വാൽവിൻ്റെ 2 സൈഡിൽ 2 അളവ്. വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാർ എത്രത്തോളം വെള്ളം പോയിട്ടുണ്ടാവുന്നത്? 4.25 ലക്ഷം ലിറ്റർ വെള്ളമോളം നഷ്ടം. വെള്ളം ഉണ്ടായിരുന്നില്ല എന്നൊരു വാദം അവർ ഉയർത്തുന്നുണ്ട്. വെള്ളം ഉണ്ടായിരുന്നുള്ള വീഡിയോ കൃത്യമായിട്ടും ഉണ്ടല്ലോ. അവരെ കള്ളത്തരമാണ് വാട്ടർ അതോറിറ്റി ജീവനക്കാർക്ക് കള്ളത്തരമാണ് പറഞ്ഞത്. ഇവരോട് ചോദിച്ചോക്കെ ഈ നിമിഷം വരെ, ഇന്നലെ രാത്രി ഇവിടുന്ന് വൈകിട്ട് അവർ എത്ര പഞ്ചായത്തുകളിലേക്ക് പോകുന്നു? 3 പഞ്ചായത്തിലേക്ക് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്ന ടാങ്കാണിത്. അതായത് പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത്, കടമ്പനാട് പഞ്ചായത്ത്, ഏർത്ത് പഞ്ചായത്ത്, 3 പഞ്ചായത്തിലേക്ക് ഈ മോതിരച്ചുള്ളിമലയിൽ നിന്ന് വെള്ളം വിതരണം ചെയ്യുന്നുണ്ട്. വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ പറയുന്ന ഒരു വിചിത്രവാദം, ഇപ്പോൾ ആദ്യം അവർ വിളിച്ചപ്പോൾ പറഞ്ഞത് ഈ ലൈനിലൂടെ, ഈ ഡെലിവറി ലൈനിലൂടെ മലിനജലം പോകുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ ചോദിച്ചു, ഈ ഡെലിവറി ലൈനിലൂടെ എങ്ങനെയാണ് ഈ മലിനജലം പാഴായി പോകുന്നത്, അതെങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് മറുപടിയില്ല. അതിനുശേഷം ഉദ്യോഗസ്ഥരെ വിളിക്കുന്ന സമയത്താണ് കൃത്യമായ രീതിയിൽ ആ ഉദ്യോഗസ്ഥർ പറയുന്നത് മറ്റാരോ തുറന്നതാകാമെന്നാണ് പറയുന്നത്. നമ്മളെ ദൃശ്യങ്ങളടക്കം നമ്മളെ വേദനിപ്പിക്കുന്നതാണ്. കുടിവെള്ളമാണ്, ശുദ്ധജലമാണ് ഇത്തരത്തിൽ ഈ റോഡിലൂടെ പാഴായി പോയത്. അതാണ് പൈപ്പിൻ്റെ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി കൊണ്ടുവന്ന പൈപ്പിൻ്റെ ദൃശ്യങ്ങൾ. ക്യാമറാമാൻ മനീഷാണ് ആ ദൃശ്യങ്ങൾ പകർത്തുന്നത്. എന്തായാലും വളരെ നടപടിയെടുക്കേണ്ട കാര്യം തന്നെയാണ്. മന്ത്രിയുടെ അടക്കം ശ്രദ്ധയിലേക്ക് നമ്മൾ ഈ വാർത്ത വെക്കുകയാണ്. 67ഓളം ഉദ്യോഗസ്ഥർ അടൂരിൽ വാട്ടർ അതോറിറ്റിയുടെ ഭാഗമായി ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ അനാസ്ഥ തന്നെയാണ് ഇതിൻ്റെ കാരണമെന്നാണ് നാട്ടുകാർ ഇപ്പോൾ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വെള്ളമെല്ലാം ഒഴുകിപ്പോയി. നമ്മളിപ്പോൾ ആ ടാങ്കിലും പോയി പരിശോധിച്ചിരുന്നു. അവിടെയെങ്ങും ഒരു തുള്ളി വെള്ളം പോലുമില്ല. കുടിവെള്ളം അമൂല്യമാണ്, അത് പാഴാക്കരുത് എന്ന് പരസ്യം ചെയ്യുന്ന വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇത്തരത്തിലുള്ള നടപടിക്ക് കൂട്ടുനിന്നിരിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ അനാസ്ഥ തന്നെയാണെന്ന് നിസ്സംശയം നമുക്ക് ഈ പ്രദേശത്ത് വന്ന് നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ശരി, ശ്രീകുമാരനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കൊടുംവേനലിൽ പലയിടങ്ങളിലും വെള്ളമില്ലാത്ത അവസ്ഥയാണ്. ആ സമയത്താണ് ഇങ്ങനെ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം പാഴായി പോകുന്നത്. അതും ജല അതോറിറ്റിയുടെ വീഴ്ച കൊണ്ടെന്നാണ് ഇപ്പോൾ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് തന്നെ.